നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഖത്തർ ലോകകപ്പിനായി ലോകം ഒരുങ്ങിക്കഴിഞ്ഞു. അങ്ങനെ ഗൾഫ് രാഷ്ട്രങ്ങളും ഒരുങ്ങിയിരിക്കുകയാണ് യാത്രക്കാരെ വരവേൽക്കാൻ. ഖത്തർ ലോകകപ്പിന് ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അങ്ങനെ കാൽപന്ത് കളിയുടെ മാമാങ്കത്തിനായി ഖത്തറിലേക്കുള്ള യാത്ര ഒരുങ്ങുകയാണ് കായിക പ്രേമികൾ ഏവരും. കണക്കുകൾ പ്രകാരം 1 ദശലക്ഷത്തിലധികം കായിക പ്രേമികൾ നവംബർ ഡിസംബർ മാസങ്ങളിൽ ലോകകപ്പ് കാണാനായി ഖത്തറിലെത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എല്ലാ തവണത്തേതിൽ നിന്നും വ്യത്യസ്തമായി തന്നെ ഇത്തവണ ഒരു യാഥാസ്ഥിതിക മുസ്ലിം രാഷ്ട്രമാണ് ലോകകപ്പിന് ആതിഥ്യമരുളുന്നതും ഓർക്കണം. ആയതിനാൽ തന്നെ രാജ്യത്തേക്ക് പ്രവേശിക്കുന്നവർ ചില ചട്ടങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഇത് അറിഞ്ഞിരിക്കുക. ഇസ്ലാമിക നിയമത്തിന്റെ അല്ലെങ്കിൽ ശരീഅത്തിന്റെ വ്യാഖ്യാനത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഖത്തറിന്റെ നീതിന്യായ വ്യവസ്ഥ എന്നത്. അതിനാൽ തന്നെ ലോകകപ്പ് കാണാൻ പോകുന്ന ആരാധകർ ഖത്തറിന്റെ നിയമങ്ങളും നയങ്ങളും സാംസ്കാരിക ആചാരങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്. അവയിൽ ചിലത് ഇവയാണ്. ഖത്തറിൽ ലൈസൻസ് ഉള്ള ഹോട്ടൽ, റെസ്റ്റോറന്റുകളിലും ബാറുകളിലും മാത്രമാണ് മദ്യം നൽകുക. ഇത് മറ്റെവിടെയെങ്കിലും വെച്ച് കഴിക്കുന്നത് നിയമവിരുദ്ധമാണ്. അതേസമയം മദ്യത്തിന് ലൈസൻസ് ഉള്ള ദോഹയിലെ അമുസ്ലിം നിവാസികൾക്ക് വീട്ടിലിരുന്ന് മദ്യപിക്കാം. ലോകകപ്പ് സമയത്ത് സ്റ്റേഡിയം കോമ്പൗണ്ടിനുള്ളിൽ ബഡ്വൈസർ ബിയർ വാങ്ങാൻ ആരാധകരെ അനുവദിക്കും. ദോഹ നഗരത്തിലെ നിയുക്ത ഫാൻ സോണിൽ വൈകുന്നേരം ആരാധകർക്ക് ഇത് കുടിക്കാം. പൊതുവെ ഖത്തറിൽ പൊതുസ്ഥലത്ത് മദ്യപിച്ചാൽ കനത്ത പിഴയും ജയിൽ ശിക്ഷയും ലഭിക്കും. എന്നാൽ ടൂർണമെന്റിനിടയിലുള്ള ഇത്തരം ചില കുറ്റകൃത്യങ്ങൾക്കും നേരെ കണ്ണടയ്ക്കുമെന്നും എന്നാൽ ആരെങ്കിലും മദ്യപിച്ച് വഴക്കുണ്ടാക്കുകയോ പൊതുമുതൽ നശിപ്പിക്കുകയോ ചെയ്താൽ അറസ്റ്റിന് സാധ്യതയുണ്ടെന്നുമാണ് ഖത്തറിന്റെ സുരക്ഷാ ഓപ്പറേഷൻസ് മേധാവി പറയുന്നത്. മദ്യപാനം അനുവദിക്കുന്ന കുറഞ്ഞ പ്രായം 21 ബാറുകളിൽ പ്രവേശിക്കുമ്പോൾ ബൗൺസർമാർ ഐഡിയോ പാസ്പോർട്ടോ ആവശ്യപ്പെട്ടേക്കാം. മയക്കുമരുന്ന്, കഞ്ചാവ്, സെഡേറ്റീവ്, ആംഫെറ്റാമൈൻസ് തുടങ്ങിയ ഓവർ ദി കൗണ്ടർ മരുന്നുകളെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ ഏറ്റവും നിയന്ത്രിത രാജ്യങ്ങളിലൊന്നാണ് ഖത്തർ. നിയമവിരുദ്ധമായ മയക്കുമരുന്ന് വിൽപ്പന, കടത്ത്, കൈവശം വയ്ക്കൽ എന്നിവ ദീർഘകാല തടവ് ശിക്ഷ, നാടുകടത്തൽ, കനത്ത പിഴ ഉൾപ്പെടെ കഠിനമായ ശിക്ഷകളിലേക്ക് നയിക്കും. മയക്കുമരുന്ന് കടത്ത് കുറ്റത്തിന് വധശിക്ഷ വരെ ലഭിക്കാവുന്നതാണ്. ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തുമ്പോൾ ലോകകപ്പ് ആരാധകർ ഈ നിയമങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതാണ്. അവിടെ അധികൃതർ പുതിയ സുരക്ഷാ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ബാഗുകളും യാത്രക്കാരെയും സ്കാൻ ചെയ്യും. ചെറിയ അളവിൽ മയക്കുമരുന്ന് കൊണ്ടുപോകുന്നവരെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും. വിവാഹേതര ലൈംഗികത കുറ്റമായി ഖത്തർ കണക്കാക്കുകയാണ്. എന്നിരുന്നാലും അവിവാഹിതരായ ദമ്പതികൾക്ക് ലോകകപ്പ് സമയത്ത് ഹോട്ടൽ മുറികളിൽ പങ്കിടാം. പൊതുസ്ഥലത്ത് അടുത്തിടെ പഴകിയുള്ള പ്രദർശനങ്ങൾ അനുവദിക്കില്ല. കൈകൾ കോർത്ത് നടക്കാമെങ്കിലും അതിരുവിടുന്നത് ഒഴിവാക്കണം. സമ്മതത്തോടെയുള്ള സ്വർഗാനുരാഗത്തിനും ലെസ്ബിയൻ സെക്സിനും മുതിരുന്നവർക്ക് 1 വർഷം മുതൽ 3 വർഷം വരെ തടവ് ശിക്ഷയാണ് ഖത്തർ നിയമം അനുശാസിക്കുന്നത്. ക്രോസ് ഡ്രസ്സിംഗും കുറ്റകരമാണ്. പുരുഷന്മാരോടും സ്ത്രീകളോടും പൊതുസ്ഥലത്ത് അമിതമായി ശരീരപ്രദർശനം നടത്തുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് പ്രാദേശിക സംസ്കാരത്തോട് ആദരവ് കാണിക്കണമെന്നാണ് ഖത്തറിന്റെ സർക്കാർ ടൂറിസം വെബ്സൈറ്റിൽ പറയുന്നത്. സന്ദർശകർ തോളും കാൽമുട്ടുകളും മറയ്ക്കണം. ഷോർട്സും സ്ലീവ്ലെസ്സും ടോപ്പും ധരിച്ചവരെ സർക്കാർ കെട്ടിടങ്ങളിലും മാളുകളിലും നിന്ന് പുറത്താക്കണം. നഗരത്തിലെ മസ്ജിദുകൾ സന്ദർശിക്കുന്ന സ്ത്രീകൾക്ക് തലമറയ്ക്കാൻ സ്കാർഫുകൾ ലഭിക്കും. അസഭ്യമായ ആംഗ്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. നടുവിരൽ ഉയർത്തി പ്രതിഷേധിക്കുന്നത് അറസ്റ്റിലേക്ക് നയിച്ചേക്കാം. ഖത്തറിലെ മിക്ക ക്രിമിനൽ കേസുകളിലും വിദേശികൾ അകത്താകുന്ന ഒരു കുറ്റമാണിത്. ആളുകളുടെ സമ്മതമില്ലാതെ ഫോട്ടോ എടുക്കുന്നതും അതുപോലെ തന്നെ തന്ത്രപ്രധാനമായ സൈനിക അല്ലെങ്കിൽ മതപരമായ സ്ഥലങ്ങളുടെ ചിത്രങ്ങൾ എടുക്കുന്നതും കുറ്റകരമാണ്. മതവും രാഷ്ട്രീയവും ചർച്ച ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. രാജകുടുംബത്തെ അപമാനിച്ച ജയിലിൽ കിടക്കേണ്ടി വരും. വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതും രാജ്യത്തിന്റെ താൽപര്യങ്ങൾക്ക് ഹാനി വരുത്തുന്നതും ഗൗരവമേറിയ കുറ്റകൃത്യമാണ്. അതിനാൽ ഖത്തറിനെ കുറിച്ചുള്ള സോഷ്യൽ മീഡിയ കമന്റുകളിൽ നിന്ന് മാറി നിൽക്കുകയാകും നല്ലത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.